ടീനേജ് പാരൻറ്റിങ് പാർട്ട് 2. കുറച്ച് സ്കില്ലുകളിൽ നമുക്ക് ആദ്യം തുടങ്ങാം. നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഉണ്ടാവേണ്ട സ്കില്ല്, അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്നേഹമാണ്. അതായത് സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്കില്ലാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അല്ലേ, ഞാൻ എൻ്റെ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എല്ലാ പാരൻസും അവരുടെ കുഞ്ഞിനെ വളരെയധികം സ്നേഹിക്കുന്ന പാരൻസാണ്. ഒരു പാരൻറ്റും കുട്ടിയെ അൺലെസ് ആൻഡ് അൺടിൽ അവർക്കൊരു മെൻ്റൽ ഇഷ്യൂ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നമ്മൾ സ്വാഭാവികമായിട്ടും സ്നേഹിക്കും. പക്ഷേ ആ സ്നേഹം, അവിടെയാണ് പ്രശ്നം. ആ സ്നേഹം കണ്ടീഷണൽ ലവ് ആണോ, ഉപാധിയോടുകൂടിയുള്ള സ്നേഹമാണോ? നീ ഇന്ന പോലെ പഠിച്ചാൽ, നീ ക്ലാസ്സിൽ ഇത്ര സ്ഥാനം വാങ്ങിയാൽ, അല്ലെങ്കിൽ നീ ഇന്ന കോഴ്സ് പഠിച്ചാൽ, നീ ഇന്ന വിഷയം എടുത്താൽ, നീ ഇന്ന ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന, ഇതൊരു തമാശ രൂപത്തിലല്ല കേട്ടോ, ഇത് ഒത്തിരി സീരിയസ് ആയിട്ട് പറയുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ കണ്ടീഷൻഡ് ലവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷണൽ ലവ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ഒത്തിരി അവരുടെ മാനസിക ശക്തിയെയും അവർക്ക് വാല്യൂ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഫീലിങ്സിലേക്ക് അവരെത്തിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അൺകണ്ടീഷണലി, ഉപാധികളോടുകൂടി അല്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കാൻ സാധിക്കണം. അവരങ്ങനെ ചെയ്താലും, അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആയാലും അല്ലെങ്കിലും അവരെ നമുക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ദർ ആർ കിഡ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നമ്മൾ പറയാം. അതിന് നിങ്ങൾക്ക് സ്നേഹം കാണിക്കാൻ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അവരെ കിസ് ചെയ്യാം, ടച്ച് ചെയ്യാം, അതായത് പാറ്റ് ചെയ്യാം, സാരമില്ല എന്നോ മറ്റോ പറഞ്ഞിട്ട് ഷോൾഡർ പാറ്റ് ചെയ്യാം, ഹഗ് ചെയ്യാം നിങ്ങൾക്ക് അവരെ. മനസ്സിലായി? ഇതൊക്കെ അവരുടെ ഉള്ളിൽ അവർ വാല്യൂഡ് ആണ് എന്നുള്ള ഫീലിങ്സ്. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് നമുക്ക് അവർക്ക് വില കൊടുക്കാൻ പറ്റിയാലാണ് കുടുംബത്തിൻ്റെ പുറത്ത്, സമൂഹത്തിൽ അവർക്ക് വില കൽപ്പിക്കപ്പെടുകയുള്ളൂ. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി 2, നമ്മൾ അവരുടെ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള കമൻസ് പറയുക. അതായത് അവരെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, ഇന്ന് നന്നായിട്ട് ഒരുങ്ങിയാണ് അവർ പോയിട്ടുള്ളെങ്കിൽ ആദ്യം ആ കമൻറ്റ് പറയേണ്ടത് മാതാപിതാക്കളാണ്. നീ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നിൻ്റെ ഈ ഹെയർ സ്റ്റൈൽ കാണാൻ, ഇന്ന് നീ ഇങ്ങനെ ഒരുങ്ങിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ഈ ഷർട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, ഈ ഷോള് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, ഈ ലിപ്സ്റ്റിക്ക് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ആദ്യം പറയുന്നത് നമ്മളാണെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാനും അതിനെ ചൂഴ്ന്നിറങ്ങാനും അത് കൂടുതലായിട്ട് സെർച്ച് ചെയ്യാനുമുള്ള ടെൻഡൻസി കുറയും. കാരണം അവർക്ക് ഏറ്റവും വലിയ കൺഫർമേഷൻ വീടിൻ്റെ അകത്തുനിന്ന് കിട്ടി. കോൺഫിഡൻസോടുകൂടി നമ്മുടെ കുഞ്ഞുമക്കൾ റെഡിയായി ഇറങ്ങും. മനസ്സിലായോ? അവിടെയാണ് പ്രണയം പോലുള്ള ചില എന്താ പറയുക, അതൊന്നൊരു തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റില്ല. കുട്ടികൾ പ്രണയം ഫീൽ ചെയ്യുന്ന, ടീനേജ് പ്രായത്തിൽ ഫീൽ ചെയ്യുന്നത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രം നിങ്ങൾ കാണാം. അപ്പോൾ ആ ഒരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സംഭവം കുട്ടികൾ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന, അതായത് അവിടെ നിന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ അപ്രിസിയേഷൻ കിട്ടാൻ, അംഗീകാരം കിട്ടാനൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി തിരിച്ചും ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ അംഗീകാരം കിട്ടാനും അപ്രിസിയേഷൻ കിട്ടാനും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഒത്തിരി പല വിധത്തിലുള്ള, ചില കുട്ടികൾ പല വിധത്തിലുള്ള കോപ്രായങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഫെയിലാകുമ്പോഴാണ് അവരിൽ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ, മാനസിക രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്നാണ്. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്ത്, നമ്മൾ അവരെ വാല്യൂ ചെയ്ത്, നമ്മൾ അവരുടെ ആത്മവിശ്വാസത്തിലേക്ക് ഓരോ തരികളും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തുള്ള അഭിപ്രായത്തേക്കാൾ അകത്തുള്ള അഭിപ്രായത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടാവും. തീർച്ചയായും ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറം അവിടെ നിന്നൊരു നെഗറ്റീവ് റിവ്യൂ കിട്ടിയാലും ബട്ട് ഇറ്റ്സ് ഓക്കെ ദാറ്റ് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു ഐ എം ലുക്കിംഗ് സ്റ്റണ്ണിങ്, ഞാൻ നന്നായിട്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സോ ഐ എം ഫൈൻ വിത്ത് ദിസ്. അത് അവൻ്റെ അഭിപ്രായമാണ് എന്നൊക്കെ കരുതിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അല്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോയ ചെറിയ ചെറിയ കുരുക്കുകളിലേക്ക് അവർ ചാടാനുള്ള ചാൻസസ് ഉള്ളത്. എനിക്ക് പറഞ്ഞൊരു കേസ് ഞാൻ പറയാം. അതായത് 17 വയസ്സുള്ളൊരു ആൺകുട്ടിയാണ്. ആൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാനിവിടെ ജസ്റ്റ് അവൻ്റെ ടീനേജ് പ്രശ്നം മാത്രം പറയാം. അവനുണ്ടായിരുന്ന പ്രശ്നം, അവൻ ആർക്കും വോയിസ് അയക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സാണ് ഒറ്റപ്പെടുത്തി. അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിന് നല്ല ഫ്രണ്ട്സാണ്. ആ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇവരൊരു സമയം വെച്ചിട്ടുണ്ട്, 7 to 7:30. ആ ടൈമിൽ എല്ലാവരും ആക്റ്റീവ് ആവുക, ആ ടൈമിൽ എല്ലാവരും വോയിസ് ചാറ്റ് ചെയ്യും. ഇവന് വോയിസ് അയക്കാനുള്ള ധൈര്യമില്ല. അത്രയും മോശം സൗണ്ടാണ് എന്ന്
വീട്ടിലുള്ള ആളുകൾ കമൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവന് ഒട്ടും ധൈര്യമില്ല. കാരണം എൻ്റെ സൗണ്ട് ഭയങ്കര മോശമാണ്. എന്നോട് തന്നെ സംസാരിക്കാൻ അവന് കുറേ അധികം സമയമെടുത്തു. അതായത് ആൺകുട്ടികൾക്കൊരു പ്രായമാകുമ്പോൾ ടീനേജ് പ്രായത്തിലൊക്കെ സൗണ്ട് മാറുമല്ലോ. അപ്പോൾ ഈ മാറ്റത്തെ വീട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചതാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് കമൻറ്റ് ഒത്തിരി കുട്ടീനെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അപ്പോൾ 17ാമത്തെ വയസ്സിലും അവൻ വോയിസ് ചാറ്റ് ചെയ്യാത്തത്, അവൻ പറഞ്ഞത് എൻ്റെ സൗണ്ട് വളരെ മോശമാണ്, അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല, ഞാൻ സംസാരിക്കില്ല. അതിൻ്റെ പേരിൽ അവനൊരു ഗ്യാങ് തന്നെ നഷ്ടപ്പെട്ടു. അവന് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ കുറച്ച് നാളൊക്കെ അവർ വെയിറ്റ് ചെയ്യും. പിന്നെ ഉള്ള കുട്ടികൾ അതായത് ഫിറ്റസ്റ്റ് ക്യാൻ സർവൈവ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത കുട്ടികളെ അവർ കൂട്ടുകൂടി അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇവൻ അവിടെ ഒറ്റപ്പെടുകയും പിന്തള്ളപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ആൾ കുറച്ചൊരു മൈൽഡ് ഡിപ്രഷനിലേക്ക് പോയി. ആളൊന്നിനും ഒരു ആക്റ്റീവ് അല്ല, എപ്പോഴും കിടപ്പ്, വിശപ്പില്ല, ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയപ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. സോ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ഇസ് പാരൻസ് അല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ കുട്ടികൾക്ക് ഡിപ്രഷൻ വരട്ടെ, അവർ മെൻ്റലി തളർന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ പറയുക? അല്ല. അതുകൊണ്ട് ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ കണക്കാക്കുക. അടുത്തത് ലിസൺ. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് മുഴുവനും പറഞ്ഞു തീർക്കുന്നത് വരെ ഒരക്ഷരം പോലും തിരിച്ച് പറയല്ലേ. അവരെ മുൻധാരണയോടുകൂടി കേൾക്കല്ലേ. അവർക്ക് പറയാനുള്ള സ്റ്റോറിയുടെ തുടക്കം ചിലപ്പോൾ നമുക്കറിയായിരിക്കും. നമ്മൾ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുകയാണ്, ഓക്കെ ഇത് ഇങ്ങനെയാണ് ഇവൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവള് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു അനുമാനം ഉണ്ടെങ്കിൽ മേ ബി അതായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്തുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ കേൾക്കല്ലേ. കാരണം അവൻ പറയുന്നത് അതിൻ്റെ ഫീലിങ്സ് നിറഞ്ഞ വർത്തമാനങ്ങളായിരിക്കും. ആ ഫീലിങ്സിനെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാലേ വ്യക്തതയോട് കൂടി ഒരു സഹായം നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടിയുടെ ദ ബെസ്റ്റ് ഡോക്ടർ, ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് അവൻ്റെ അമ്മയും അച്ഛനും ആണ്. എന്നിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അവിടെ സ്ഥാനം വരാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ കേൾക്കാൻ സമയം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, വിതൗട്ട് എനി ജഡ്ജ്മെന്റ്സ് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ ബന്ധത്തിൽ ആ കുട്ടിയുമായി അനുഭവിക്കേണ്ടി വരും. കുട്ടികൾ തുറന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെ വിമർശിക്കാതെ, ഇടയിൽ ചാടിക്കയറി നമ്മുടെ അഭിപ്രായം പറയാതെ, അവർ പറയുന്നതിനെ മുഴുവിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കാതെ ചാടിക്കയറി വിമർശിക്കാനും അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നോക്കിയാൽ മാനസികമായി തളർന്നു പോവുകയും സൂയിസൈഡൽ ഐഡിയേഷൻ, ആത്മഹത്യയുടെ ചിന്തകൾ വരെ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. എന്നെ കേൾക്കുന്നില്ല, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആരോട് പറയും, സ്വസ്ഥമായിട്ട് പറയാൻ എൻ്റെ പാരൻസ് ഇരുന്ന് തരുന്നില്ല എന്ന് പറയുന്ന ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടികളെ ഞാൻ കാണാറുണ്ട്. സോ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ലിസൺ ടു ദം വിതൗട്ട് എനി ജഡ്ജ്മെന്റ്സ്. ജഡ്ജ്മെന്റ്സ് ഇല്ലാത്തവരെ കേൾക്കൂ. ഇനി കേൾക്കുമ്പോൾ ലിസൺ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവരുടെ മുഖത്ത് നോക്കാം. എംപത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സിമ്പതി ഷോ ചെയ്യാം. ഒരു സങ്കടപ്പെട്ട കാര്യമാണ് പറയുന്നത്, നമുക്കൊന്നും അല്ലായിരിക്കും, നമുക്കതൊരു നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ അവന് അല്ലെങ്കിൽ അവൾക്ക് എത്രത്തോളം ഫീൽ ചെയ്തിട്ടാണ് നമ്മളോട് വന്ന് തുറന്ന് പറയുന്നത്, നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു എംപതി, ഓക്കെ നമുക്ക് അത്രയും വിഷമമായോ, ഓ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തോ, അവരങ്ങനെ പറഞ്ഞോ, മനസ്സിലായി തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തിട്ട്, നിങ്ങൾ ആക്ട് ചെയ്ത് ഫോളോ ആക്കരുത്, പക്ഷെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്ത് സിമ്പത്തൈസ് ചെയ്യുക അവരുടെ കൂടെ. അതുപോലെ നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്ത് മറ്റു ജോലികളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക. അതായത് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊരു ടീനേജർ പറയുകയാണെങ്കിലും നമ്മുടെ തിരക്ക് പിടിച്ച പണികളുടെ ഇടയിൽ അവരെ ലിസൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവർക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ച് ആ സമയത്ത് നിങ്ങൾ അവരെ ലിസൺ ചെയ്യുക. അവർ പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള നോട്ട്സ് കൊടുക്കുക. അതായത് തലയാട്ടുക, പോസിറ്റീവായിട്ട് തലയാട്ടുക. ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ കുട്ടികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുക. അവർ സങ്കടപ്പെടുന്ന സമയത്തൊക്കെ അവരൊന്ന് ടച്ച് ചെയ്യുക, പോട്ടടാ സാരമില്ല, പോട്ടെ മോളെ സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ടച്ച് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ലോജിക് ഉണ്ടല്ലോ, അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുക. അത് ഓൺ ആയാൽ ഇവർ പറയാനും നമ്മൾ സമ്മതിക്കില്ല, ഇവരോട് പറയാനുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയോ ഇല്ല, കാരണം നമ്മുടെ ലോജിക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടു സ്റ്റോപ്പ്, സ്വിച്ച് ഓഫ് ദ ലോജിക് വൈൽ ദേ സ്പീക്ക് ടു അസ്. നെക്സ്റ്റ്, ചിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരെ നോക്കി ചിരിക്കണം. അവരെ നോക്കി ദേഷ്യപ്പെടാനും കറക്റ്റ് ചെയ്യാനും വിമർശിക്കാനും എടുക്കുന്ന അതേ എഫേർട്ട് അവരെ നോക്കി ചിരിക്കാനും നമ്മൾ എടുക്കുക. അടുത്തത്, അവരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഒരു മന്തിൽ ഒരു വീക്കെൻഡ് നമുക്കൊരു സേവനവാരം പോലെ ആക്കാം. അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയും കുട്ടികൾക്കൊക്കെ ഓരോ ചെറിയ ചെറിയ ഡ്യൂട്ടീസ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക. ഇപ്പം അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
വൃത്തിയാക്കുക എന്നതും നമ്മുടെ കുടുംബത്തെ പരിപാലിക്കേണ്ടത് നമ്മുടെ ജോലിയാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഷെയർഡ് വർക്ക്, ഓക്കെ, എൻ്റെ വീട്ടിൽ ഞാനും ഇത് ചെയ്തു, അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു അഭിമാനം, ആത്മാഭിമാനം ഫീൽ ചെയ്യും. ദേ വിൽ ബി പ്രൗഡ് ഓഫ് ദംസെൽഫ്. അതിന് നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യും കൂടെ ചെയ്താൽ അത് വേറെ ലെവലായി. അതിനോടൊപ്പം ചേർത്തൊരു കാര്യം പറയാനുള്ളത്, മക്കളെ നമ്മൾ കഠിനാധ്വാനികളാക്കണം അല്ലെ. ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാരൻസിനെയാണ് ഞാൻ കൂടുതൽ കാണാറ്. A to Z കാര്യങ്ങൾ പാരൻസ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, അതായത് അവരായിട്ടൊരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പാരൻസ് അങ്ങ് ചാടി കയറി ചാടി വീണ് അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒന്ന് അവരുടെ സ്കില്ല് പോവാണ്, അത് തനിയെ ചെയ്ത് മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തും. രണ്ട്, അവർ ഭയങ്കര സ്പൂൺ ഫീഡിങ് കുട്ടികളാവും. എല്ലാം വായിൽ വെച്ച് കൊടുക്കുക, അങ്ങ് ഇറക്കുക, ആ രീതിയിലേക്കാവും. അവർക്ക് ഒന്നിനും ഒരു 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 എഫേർട്ട് ഇടേണ്ട, ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മളായിട്ട് വരുത്തില്ല. എന്നിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയും, നിങ്ങളിത് ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ് അല്ലേ. നമ്മൾ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതി മാറ്റാതെ ഒരിക്കലും അവർക്ക് ഉത്തരവാദിത്ത ബോധമോ കഠിനാധ്വാന ചിന്തയോ അവർക്ക് ഉണ്ടാവില്ല. കാരണം എല്ലാം കിട്ടി വളർന്ന മക്കൾ അങ്ങനെയാണല്ലോ. സോ ചില കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിൽ മിസ്റ്റേക്സ് വരാം, അതൊക്കെ നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. ആ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത്, കുട്ടികളുടെ കൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും നമ്മൾ സമയം കണ്ടെത്തണം. അതായത് കുട്ടികൾ ഈ ടീനേജ് പ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും. ഇവർ ഈ സംശയങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവരെ ഒഴിവാക്കി വിടരുത്. പകരം അതിന് ആൻസർ കണ്ടെത്താൻ നമ്മളും കൂടെ അവരെ സഹായിക്കുക. അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻസിലേക്ക് അവർ പോവുകയും മോശമായിട്ടുള്ള ചിന്താഗതികളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളിലേക്കും കുട്ടികൾ പോകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു മോള്, അദ്ദേഹത്തിന്റെ അമ്മ എന്നെ കാണാൻ വന്നതാണ്. കുട്ടി വന്ന് വീട്ടിൽ എപ്പോഴും പ്രണയത്തെ പറ്റിയിട്ടുള്ള സംശയങ്ങളും സെക്ഷൽ ആയിട്ടുള്ള ഡൗട്ടുകളുമാണ് ചോദിക്കുന്നത്. ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അമ്മ എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ അതിനെ വാൺ ചെയ്തു. ഇവിടെ ഈ വക ചോദ്യങ്ങൾ, ഈ വക ടോപ്പിക്, പ്രണയം ഒന്നും ഈ വീട്ടിൽ സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ നീ നിന്റെ കൂട്ടുകാരോടാണ് സംസാരിക്കേണ്ടത്. റോങ് പെർസ്പെക്റ്റീവ് ആണ് അമ്മ കൊടുത്തത്. അതായത് ഇത് കൂട്ടുകാരോട് സംസാരിച്ചാൽ വ്യക്തത കിട്ടുമോ? അവിടെ റോങ് ഇൻഫർമേഷൻ അല്ലേ, അവരും ഇതേ പ്രായമല്ലേ, റോങ് ഇൻഫർമേഷൻ അല്ലേ അവിടെ നിന്ന് കിട്ടുക. കറക്റ്റ് മെച്യൂരിറ്റി ഒന്നും കുട്ടികൾക്ക് ആയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അവരുടെ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്നേഹത്തെ പറ്റിയും പ്രണയത്തെ പറ്റിയും സെക്ഷൽ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് അവരുടെ ചോദ്യം അനുസരിച്ചിട്ട് വളരെ മിനിമൽ ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാത്തതിനെ നിങ്ങൾ ഒഴിവാക്കുക. ഇനി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതായത് ഒത്തിരി സമയം TV സീരിയൽ അഡിക്ഷൻ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ അഡിക്ഷൻ ഒക്കെ ഉള്ള പാരൻസ് ആണ് നമ്മളെങ്കിൽ, നമ്മളതൊന്ന് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു, എന്തിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, അവരെ സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. കാരണം നമ്മൾ മറ്റെന്തിലോ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ആ സമയം നമ്മളെ ഒത്തിരി നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി കേസുകൾ, ഇങ്ങനെ TV കണ്ടിരുന്നത് സമയത്ത് ഇപ്പുറത്ത് കുറേ കാര്യങ്ങൾ ഒപ്പിച്ച ടീനേജേഴ്സ് ഉള്ള ഒരുപാട് കേസുകൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ അഡിക്റ്റഡ് ആണോ? നമ്മൾ ഒത്തിരി സമയം വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെയുള്ള പാരൻ്റ് ആണെങ്കിൽ കുട്ടി സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. വളരെ വളരെ വിഷമത്തോടു കൂടി ഞാൻ കേട്ട കേസാണ്. അതായത് അമ്മയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം, പ്രണയബന്ധം, ഒരു വൈഫാണ്. അപ്പം ഇത് കുട്ടികൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നാണ് അമ്മ വിചാരിച്ചത്. കുട്ടികൾ കാണുക, തീരെ ചെറിയ കുട്ടികളൊന്നുമല്ല, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണ്. കുട്ടികൾ കാണുക അമ്മ ആ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന പയ്യനോട് സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ റിലേഷൻഷിപ്പ് അമ്മ ബ്രേക്ക് ചെയ്തു. അമ്മ തിരിച്ച് നോർമൽ മക്കളുടെ ലൈഫിലേക്കും ഭർത്താവിൻ്റെ ലൈഫിലേക്കും വന്നു. പ്രശ്നങ്ങൾ സോൾവ് ആയി. പക്ഷേ എന്നെ കാണാൻ വന്നത് ആ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ വേണ്ട. മക്കൾക്ക്, അതായത് 2 കുട്ടികളാണ്, 2 പേർക്കും 2ഉം 3ഉം 4ഉം റിലേഷൻഷിപ്സ്, അത് പല തലത്തിൽ പോയ റിലേഷൻഷിപ്സ് പിടിക്കപ്പെടുകയും തകർന്നു പോയിട്ടാണ് അമ്മ വരുന്നത്. ഇത് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മൂത്ത കുട്ടി എന്നോട് പറഞ്ഞത്, അമ്മയ്ക്ക് എന്തോ ആവാമെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ആവാം, അമ്മ ആദ്യം നന്നാവട്ടെ. ഐ വാസ് ഷോക്ക്ഡ്. അപ്പോഴും എനിക്കറിയില്ല അമ്മയുടെ ഹിസ്റ്ററി. പിന്നീടാണ് ആ മകൻ എന്നോട് പറഞ്ഞത്,
അമ്മയ്ക്ക് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ്, ഒന്നല്ല 2-3 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഞങ്ങളും ഒന്ന് കൊതിച്ചിട്ടുണ്ട്, ഇതുപോലെയൊക്കെ ഒന്ന് സംസാരിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഞങ്ങളും കൊതിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം, അമ്മയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രശ്നം, മനസ്സിലായോ? നമ്മുടെ കുട്ടികൾ ഇതുപോലെ ചോദിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കുക, നമ്മുടെ പ്രോബ്ലംസ് ഒഴിവാക്കുക. അതുപോലെ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് അവർക്ക് സ്വകാര്യമായിട്ട് കാണാനും സ്വകാര്യമായിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്ന ഭാഗത്ത് അത് സെറ്റ് ചെയ്താൽ അതിൻ്റെ ദുരുപയോഗം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കാണാൻ പറ്റുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്ത് അതിനെ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ മൊബൈൽ നമ്മൾ തീരെ കൊടുക്കാതിരിക്കാൻ ഇന്ന് പോസിബിൾ അല്ല ഇന്നത്തെ കാലത്ത്, അല്ലേ? കൊടുക്കുക, പക്ഷേ ഒരു ടൈം സെറ്റ് ചെയ്യുക, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. അതല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് മുതൽ ഇത്ര ടൈം വരെ, ഒരു മണിക്കൂർ എത്രയാണോ ആ ടൈം കുട്ടി ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം കുട്ടികളെ മൊബൈൽ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതും വലിയ പ്രശ്നത്തിലേക്ക് മാറും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. അതായത് ഒരു ദിവസം തീരെ ഫോണില്ലാതെ നമ്മൾ നമ്മുടെ കുടുംബത്തിലായിരിക്കും, അതായത് ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു അവധി ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഡേക്കൊക്കെ നമ്മളിന്ന് ഫോൺ ഉപയോഗിക്കാതിരിക്കാം, നമുക്ക് പരസ്പരം സംസാരിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒറ്റയടിക്ക് 1 ഡേ ഫുൾ ഫാസ്റ്റിംഗ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് കൊടുത്താൽ നമുക്ക് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കണ്ട, ഒരു ഹാഫ് ഡേ എടുക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളിലും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. അതുപോലെ നമ്മൾ ജീവിക്കണം, ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം, നമ്മൾ തൃപ്തിയോടുകൂടി ജീവിക്കണം. ചെറിയ അതൃപ്തികളെയൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുക. എല്ലാം പെർഫെക്റ്റായിട്ട് ആർക്കും ഇല്ലടോ, ലൈഫ് ആർക്കും ഇല്ല എല്ലാം പെർഫെക്റ്റായിട്ട്. അവിടെ ഇവിടെ ചെറിയ പാളലും പൊള്ളലും ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ചെറിയ പാളലുകളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് പ്ലഷറായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കോമൺ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കുട്ടികൾക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അതായത് അവർ ഇടപെടുന്ന ബന്ധങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള, ഒത്തിരി മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളിൽ അവർ പോയി പെടുകയാണെങ്കിൽ, അത് സുഹൃത്താണെങ്കിലും പ്രണയമാണെങ്കിലും എങ്ങനത്തെ ബന്ധമാണെങ്കിലും അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ മാനസികമായിട്ട് തളർന്നു പോകും. ഈ തളർച്ച വിഷാദത്തിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികൾ ഒത്തിരി സമയം മൊബൈലിൽ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ പിടിപെടും. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഒത്തിരി സമയം ഒത്തിരി മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഒക്കെ ഒത്തിരി കാണുന്ന കുട്ടികളിലും നമ്മൾ സാധാരണ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്താണ് ഡിപ്രഷൻ? വിഷാദമാണ് ഡിപ്രഷൻ, അല്ലേ? നമുക്കൊരു കാരണം, ഒരു സങ്കടമുള്ള സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് സംഭവിക്കുന്ന സങ്കടവും വിഷമവും നിരാശയും ഡിപ്രഷനാണോ? അല്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ചിലപ്പോൾ കാരണം ഉണ്ടാവും, ചിലപ്പോൾ കാരണമില്ലാതെ 2 ആഴ്ചയിലധികമായിട്ട് കുട്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലായ്മ, വിശപ്പില്ലായ്മ, ഉന്മേഷമില്ലായ്മ, എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു ചിന്ത, സങ്കടപ്പെടുന്ന ചിന്ത, വെറുതെ കരച്ചിൽ വരിക, അല്ലെങ്കിൽ ജീവിതം ഇനി ഒരു ഹോപ്പ്ലെസ് ആയിട്ട് സംസാരിക്കും, ഇനി അങ്ങോട്ടും മുന്നോട്ടും ഒരു വഴിയും ജീവിക്കാനില്ല എന്നുള്ളൊരു സംസാരത്തിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ ആണോ എന്ന് സംശയിക്കേണ്ടത്. 2 ആഴ്ചയിലധികം ഈ പറയുന്നതൊക്കെ നിങ്ങൾ വിശപ്പില്ലായ്മ ഒക്കെ വളരെ നോർമലായിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ആഴ്ചയിലധികമായിട്ട് കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക. രണ്ടാമത്തത് ആങ്സൈറ്റി. ഭയങ്കര പ്രഷറൈസ്ഡ് പാരൻറ്റിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് റൂൾസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രഷറുള്ള പാരൻ്റ് ആണ് എങ്കിൽ കുട്ടികളിലും നമ്മൾ ആ പ്രഷർ കൊടുത്ത് അവരെ ഉത്കണ്ഠ എന്താകും എന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അമിതമായി ദേഷ്യപ്പെടുമ്പോഴും ഒത്തിരി പ്രഷർ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ആങ്സൈറ്റി കുട്ടികളിൽ കാണാറുണ്ട്. അത് പലപ്പോഴും കുട്ടികളിൽ ആങ്സൈറ്റി അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. കാരണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലകറക്കം, പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ തലകറങ്ങുന്നു, തലകറങ്ങി വീഴുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, നെഞ്ചുവേദന വരുന്നു, സംസാരിക്കാൻ പറ്റാതെ വരുന്നു, വിയർക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുകയും സ്റ്റക്ക് ആവുകയും ചെയ്തു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ബോർഡ് എക്സാമിന് പോയിരുന്ന കുട്ടിക്ക് വീട്ടിലെ പാരൻറ്റിൻ്റെ പ്രഷർ കൊണ്ട് പെൻ പോലും തുറക്കാൻ പറ്റില്ല, ആങ്സൈറ്റി അറ്റാക്ക്. ഹി വാസ് ഫ്രീസ്ഡ്. ഇങ്ങനെ സ്റ്റക്കായിരുന്നു പോയി കുട്ടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ഡ്യൂ ടു പ്രഷർ ആ കുട്ടിക്ക് പെന്നിൻ്റെ ടോപ്പ് പോലും തുറക്കാൻ പറ്റിയില്ല.
എന്തൊരു പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് അല്ലേ. എത്രയോ പ്രിപ്പയർ ചെയ്തിട്ടാണ് പാരൻസ് അവനെ വിടുന്നത്. പക്ഷെ വിടുന്നതിനൊപ്പം തന്നെ ഒത്തിരി പ്രഷറും കൂടെ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ആങ്സൈറ്റി അറ്റാക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ആങ്സൈറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഭാവിയെ പറ്റി ഒരുപാട് ഉത്കണ്ഠ കാണിക്കുന്ന കുട്ടികളെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അവർക്കും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി മൂന്നാമത് നമ്മൾ കാണുന്നത് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എത്ര കൈ കഴുകിയാലും മതിയാവുന്നില്ല, ഡോർ ലോക്ക് ആണോ എന്ന് നോക്കിയാലും തൃപ്തിയാവുന്നില്ല. ഒരു തൃപ്തിക്കുറവ്, ലൈഫിൽ എല്ലായിടത്തും ഒരു തൃപ്തിക്കുറവ്. ഓക്കെ, അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. ചെയ്തു തീർക്കാൻ, അതായത് ഒരു ജോലി ചെയ്തു തീർക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. അതുപോലെ വൃത്തിയായില്ല എന്നൊരു ഫീലിംഗ്, ഓവർ ക്ലെൻലിനെസ്, എത്ര ക്ലീൻ ചെയ്താലും മതിയാവാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ളവരിൽ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ലെവൽ കൂടുതലായിരിക്കും. അപ്പം ഇതും ഒരു വലിയ വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇതും നിങ്ങൾ കാണുന്ന ഇങ്ങനെയുള്ള സിംറ്റംസും നിങ്ങളുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം നിങ്ങൾ തേടുക. അടുത്തത് ODD, ഒപ്പോസിഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ. പേര് നിങ്ങൾ ഫൊർഗെറ്റ് ചെയ്തോളൂ, പേരിൽ വലിയ കാര്യമൊന്നുമില്ല, കാര്യം മനസ്സിലാക്കലാണ് കാര്യം. അപ്പോൾ ODD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വൈരാഗ്യബുദ്ധി കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ഭയങ്കര ധൈര്യമായിരിക്കും. ഹൈ റിസ്ക് ബിഹേവിയർ കൂടുതലായിട്ട് കാണിക്കും. അതുപോലെ തന്നെ അവർ ഒത്തിരി കളവ് പറയും. ദേഷ്യവും എതിർപ്പും കാണിക്കാൻ ചാൻസ് ഉള്ള കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ കാണാറ്. അതായത് ODD ഉള്ള കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പും വാശിയും ഒക്കെ കാണിക്കും, അനുസരണക്കേട് ഒക്കെ കാണിക്കുന്ന, അതായത് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് ODD. അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ നേരത്തെ തന്നെ ഒരു കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് കൊടുത്തില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അടുത്തതാണ് ആങ്കർ ഇഷ്യൂ. അതായത് ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ദേഷ്യം, ആ ദേഷ്യം കവർ ചെയ്യാൻ വേണ്ടി കൈ കിട്ടുന്ന സാധനം എടുത്ത് എറിയുക, ഉപദ്രവിക്കുക, മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക, അങ്ങനെയുള്ള പല ഇതും കാണിക്കുമ്പോഴും ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാകും അവർക്ക്. നെക്സ്റ്റ് ഇസ് BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇവരെ നമ്മൾ ഹെൽപ്പ് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. അതായത് സെൽഫ് ഹേർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ്. സ്വന്തമായിട്ട് സെൽഫ് ഹേർട്ട് ചെയ്യുകയും അതിലൊരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. ഇവർക്ക് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ആണ്, മനസ്സിലായോ? ഇവരുടെ എല്ലാ ഇമോഷൻസും എക്സ്ട്രീമാണ്. സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം, സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടം, ചിരിയാണെങ്കിൽ ഭയങ്കര ചിരി, ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അതായത് ഇവർക്കൊരു മിനിമൽ മീഡിയം ലെവൽ ഓഫ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്കെല്ലാം എക്സ്ട്രീമിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യാ ചിന്ത ഇവർക്ക് കൂടുതലായിരിക്കും. അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. കൂടുതലും ശരീരത്തെ നോവിപ്പിക്കുന്ന തരത്തിലുള്ള പല ആക്ടിവിറ്റീസ് ഇവർ കാണിക്കും. ഹൈ റിസ്ക് ബിഹേവിയേഴ്സ്, അല്ലേ, വളരെ റിസ്ക് ഉള്ള ബിഹേവിയേഴ്സ് കാണിക്കാൻ ഇവർക്ക് യാതൊരു മടിയില്ല. അതായത് മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ കള്ളത്തരങ്ങൾ ചെയ്യുക, ഹൈ റിസ്ക്, ഒരിക്കലും കുട്ടികൾ പോകണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ടെൻഡൻസി, ഇതൊക്കെയാണല്ലോ ഹൈ റിസ്ക് ബിഹേവിയേഴ്സിൽ പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഒരു മടിയും ഒരു പേടിയും, ഒന്നിനെയും ഒരു പേടി ഉണ്ടാവില്ല. അതാണ് ബേസിക്കലി. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെയും നമുക്ക് നമ്മുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഇനി ടീനേജുകാരിൽ നമ്മൾ സാധാരണ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മൊബൈലാണ് പ്രശ്നം, അല്ലേ? മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ കൺട്രോൾ ഇല്ലാതെ, ഒട്ടും കൺട്രോൾ ഇല്ലാതെയുള്ള അവരുടെ യൂസ്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. മൊബൈലിൽ അവർ കൂടുതലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലായിരിക്കുമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി, സ്റ്റാറ്റസ്, അല്ലെങ്കിൽ റീല്, അല്ലേ, റിയൽ ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. റീലിൽ കാണിക്കുന്ന എല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല, അതെല്ലാം ഒറിജിനൽ ലൈഫ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ റിയൽ ലൈഫ് അതാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയും അത് ആഗ്രഹിക്കുകയും ചെയ്ത് വീട്ടിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പ്രോപ്പറായിട്ട് പറയാം. അവരേത് സോഷ്യൽ മീഡിയയിലാണ് ആക്റ്റീവ്, അവരവിടെ എന്താ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പാരൻസ് എന്ന നിലയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ ചാറ്റിങ്ങിനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ചാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡ് വരെ ചീറ്റിംഗ് ആണ്, അല്ലേ? നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരിക്കും ചാറ്റ് ചെയ്യുക. നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ട് മൈൻഡ്ഫുള്ളി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. പകരം നമ്മളൊരു കോളിലാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും സംസാരിക്കുക. മനസ്സിൽ ആ വ്യക്തി ഉണ്ടാവും. ചാറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ആ വ്യക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി ചാറ്റിങ്ങിലേക്ക് വിടാതെ
അത്യാവശ്യം സംസാരിക്കണമെന്ന് ഓൺ കോൾ സംസാരിക്കേണ്ട രംഗത്ത് കുറച്ചൊരു ഡിറ്റാച്ച്മെന്റ് ഈ പറയുന്ന സോഷ്യൽ മീഡിയസിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരാനുള്ള ചില മാർഗങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് പറഞ്ഞത്. അടുത്തത് കുട്ടികളുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇമ്പാക്റ്റ് ഓഫ് ഫ്രണ്ട്സ് അല്ലെ. സുഹൃത്തുക്കൾ നല്ലതാണെങ്കിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, പണ്ട് മാത്രമല്ല. നല്ലൊരു സുഹൃത്താണ് കൂടെ ഉള്ളതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ സിമ്പിളായിട്ട് മാറി നിൽക്കേണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് അത്രയും സുഹൃത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നന്നായിട്ട് ചൂസ് ചെയ്യാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുക. എങ്ങനെ സുഹൃത്തിനെ നന്നായിട്ട് ചൂസ് ചെയ്യണം, ഒബ്സർവ് ചെയ്യുക. സുഹൃത്തായിട്ട് ചൂസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവത്തെ മാറി നിന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയാണ് അവൻ്റെ സ്വഭാവം, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ചില നയങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ മനസ്സാക്ഷി, ഇതൊക്കെ നമ്മളൊന്ന് മാറി നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കും കൂടെ അനുയോജിക്കുന്ന, നമുക്കും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള, അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് എന്ന് തോന്നിയാൽ മാത്രം ആ സുഹൃത്ത് ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യുക. അതിനെപ്പറ്റി വീട്ടിൽ വന്ന് സംസാരിക്കാനും സുഹൃത്തുക്കളുടെ ഇടയിലെ ചില നർമ്മ സംഭാഷണങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി ബാഡ് ഹാബിറ്റ്സ് ഹാൻഡിൽ ചെയ്യലാണ് അടുത്ത ഒരു ബുദ്ധിമുട്ട്. അതായത് കുട്ടികളുടെ മോശം സ്വഭാവം, പല മോശം സ്വഭാവങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് പോലുള്ള മോശം സ്വഭാവങ്ങളാണ് ഇപ്പോഴത്തെ മോശം സ്വഭാവം എന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ പറയാം. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതൊക്കെ അവർക്ക് ഉണ്ടോ എന്നറിയണം അല്ലേ. അപ്പോൾ അവരെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. എന്ന് വിചാരിച്ചിട്ട് അവർ വരുന്നതും പോകുന്നതും ഒരു ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന പോലെ നോക്കരുത്. അതവരെ ഇറിറ്റേറ്റ് ചെയ്യും. പകരം അവരറിയാതെ അവരുടെ ബാഗും അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ അവരറിയാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്. അപ്പോഴാണ് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക. എന്നിട്ടാണ് അതിനെ മാറ്റാനുള്ള വിദ്യകൾ നമ്മൾ കൊടുക്കുക. ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അത് ഓടി വന്ന് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. കുട്ടി ഭയത്തോടു കൂടെ അമ്മ എന്നെ തല്ലുവോ വഴക്കോ പറയോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എന്ന ഭയത്തോടു കൂടെ ഒരു കുട്ടിയും നമ്മളെ അപ്രോച്ച് ചെയ്താൽ ഉള്ളത് മുഴുവൻ നമ്മൾ അറിയില്ല. മറ്റെന്തൊക്കെയോ സാഹചര്യത്തിലേക്ക് ആ വിഷയം എത്തിയിട്ട് മാത്രമാണ് പാരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ അറിയുള്ളൂ. ഒത്തിരിയേറെ കേസുകൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. എല്ലാം പറയാനുള്ള സമയമില്ല. എല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ടീനേജ് പ്രായക്കാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.